നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നത്തോലി അഥവാ കൊഴുവ കൊണ്ടുള്ള ഒരു മീൻ പീരയുടെ റെസിപ്പിയാണ്. ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് ചെറിയ മത്തി വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 400 ഗ്രാം നത്തോലി നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ചെറുള്ളിയാണ്. ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് വേണ്ടത് കൊടംപുളിയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 പീസ് കൊടംപുളി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. എന്നിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരച്ചൊന്നും എടുക്കണ്ട. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മളിതൊന്ന് ചതച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പീര തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ എടുക്കുക. എപ്പോഴും നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയാണ് കേട്ടോ കൂടുതലും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇനി നമ്മൾ ഇതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നത്തോലി അഥവാ കൊഴുവ മീനുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ചൂടായെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. നിങ്ങൾക്ക് അതല്ലെങ്കിൽ നേരിട്ട് തന്നെ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലോട്ട് ആവശ്യത്തിന് കുക്ക് ചെയ്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ മീൻ പീരയാണ്, ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഞാനിപ്പം മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ആണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. മീനൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പം അന്നേരം കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോയിലും മീഡിയത്തിലും ഇടയിൽ വെച്ചിട്ട് തീ വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറെല്ലാം മാറി നല്ല വെള്ള കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ച് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പം ഏകദേശമൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് ഒരു എന്താ പറയുക ഈ ഒരു പരുവത്തിലിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഒരുപാട് ഡ്രൈ ആയിരിക്കുന്നതിനേക്കാളും ടേസ്റ്റ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഇളക്കണം. ഒരുപാട് എന്താ പറയുക സോഫ്റ്റായിട്ട് തന്നെ ഇളക്കണം, അതല്ലെങ്കിൽ മീനെല്ലാം പൊട്ടിപ്പോവും. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഏറെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് മാത്രം എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക്